കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തെയും ഭൂമിയെയും ഏകീകരിക്കൽ, ഫിലിപ്പിയർ കൊലോസ്യർ ലേഖനത്തിൽ ക്രിസ്തു എന്നുള്ളതായ പാഠമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അതിൻ്റെ അവസാനത്തെ പാഠമായ 13-ാമത്തെ പാഠമാണ്. അതിൻ്റെ തലക്കെട്ട് ദൈവഹിതത്തിൽ മുഴുവനായും നിലകൊള്ളുക എന്നുള്ളതായ പാഠമാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെല്ലാവരെയും ഇന്നത്തെ ഈ പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ സന്തോഷ് ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ മഹേഷ് ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അപ്പോസ്തലനായ പൗലോസ് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കുള്ളതായ യാത്രകൾ, തൻ്റെ ദൗത്യ നിർവഹണം, വ്യത്യസ്ത ആൾക്കാരോട് സുവിശേഷം അറിയിക്കാനുള്ളതായ തൻ്റെ വ്യഗ്രത, ഇതെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് മുന്നേറുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ദൈവാത്മാവ് പൗലോസിനോട് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് പൗലോസ് നീങ്ങുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യമാണ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയെന്ന് നാം നേരത്തെ പറയുകയുണ്ടായി. ഈ 14 ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് പല വേദപുസ്തക ഭാഗങ്ങൾ ഉദ്ധരിക്കുകയും എടുത്തെഴുതുകയും സമാനമായ ചിന്തകൾ ഈ ലേഖനത്തിൽ ഉടനീളം കൊണ്ടുവരികയും ചെയ്യുന്നു. അതിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 9 വരെയും, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 മുതൽ 21 വരെ ഉള്ളതായ ഭാഗങ്ങളിൽ ചില വ്യക്തികളെ പേരെടുത്ത് പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിൽ ഒന്ന് തിഹക്കോസ് ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒനാസിമസ്. ഇവരെ 2 സ്ഥലത്തേക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി അഥവാ കത്തെഴുതി അവരുടെ യജമാനന്മാരുടെ കയ്യിൽ കൊടുക്കുന്നതിന് വേണ്ടി കൊടുത്തുവിടുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആരൊക്കെയാണ് ഈ 2 തിഹക്കോസും ഒനാസിമസും? അവരുടെ ദൗത്യം എന്തായിരുന്നു? അപ്പോസ്തലനായ പൗലോസ് മീഡിയേറ്റർഷിപ്പ് വഹിക്കാനുള്ളതായ കാരണം എന്തായിരുന്നു? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ 2 വ്യക്തികളുടെ കയ്യിൽ ലേഖനം എഴുത്തെഴുതി കൊടുത്തുവിടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇനി പൗലോസ് അപ്പോസ്തലൻ ഇത് നൽകി അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവരോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലും അതുപോലെ തന്നെ ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലും അതിൻ്റെ എൻഡ് പാർട്ടിൽ വരുമ്പോൾ, അവസാന ഭാഗത്ത് വരുമ്പോൾ, ഈ എഴുത്തെഴുതി അവരെ കൊടുക്കുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇവരെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. കാരണം പൗലോസ് അപ്പോസ്തലൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അവിടെ വിശ്വാസികൾ അറിയണം. അവർ വളരെ വ്യഗ്രതയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്നു. നമ്മളെ സുവിശേഷത്തിലേക്ക് നയിച്ച ആത്മീക ആചാര്യനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ തടവറയിലാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് ആകാംക്ഷയുണ്ട്. അപ്പോൾ ഇത് അറിയിക്കുന്നതിന് വേണ്ടി, പൗലോസ് അപ്പോസ്തലൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ മറ്റ് ഭാഗങ്ങളിലുള്ള വിശ്വാസികളായിരിക്കുന്ന ആളുകൾ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള വാർത്തകൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനവുമായിട്ട് ഇവരെ അവരുടെ അടുക്കലേക്ക് അയക്കുന്നത്. അതോടൊപ്പം പൗലോസ് അപ്പോസ്തലൻ അറിയണം അവരെപ്രകാരമായിരിക്കുന്നു എന്ന്. ഇവിടെ തടവറയിലായിരിക്കുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ്റെ ചിന്താഭാരം തൻ്റെ പ്രിയപ്പെട്ടവർ, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള പ്രിയപ്പെട്ടവർ എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിയുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ഈ പ്രതികൂല സാഹചര്യത്തിലും പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷ വേലയ്ക്ക് ഉതകുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കൂടെ നിർത്തി അവരിലൂടെ ലേഖനങ്ങൾ എഴുത്തുകൾ എഴുതി അവരെ അറിയിക്കുന്നതും അവരുടേതായിട്ടുള്ള സുഖവിവരങ്ങൾ പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ 2 പ്രിയപ്പെട്ടവരെ പൗലോസ് അപ്പോസ്തലൻ അയക്കുന്നത്. പാസ്റ്റർ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ ഈ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായ കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇവരോട് ഒരു ഇൻറ്റിമസി അപ്പോസ്തലനായ പൗലോസിന് തോന്നാൻ കാരണം? ഈ ഒനേസിമസിനെ അപ്പോസ്തലനായ പൗലോസ് ജയിലിൽ വെച്ചാണ് കാണുന്നത്. അപ്പോൾ ജയിലിൽ വെച്ച് കാണുമ്പോൾ തൻ്റെ യജമാനനായ ഫിലോമോന് വേണ്ടിയാണ് ഈ ഒരു കത്ത് എഴുതുന്നത്. അതായത്, ഇവനെ ഞാൻ കണ്ടു, ഇവൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു, ഇതുപോലെ നീയും ഇവൻ്റെ പാപങ്ങളെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഒനേസിമസിന് ലെറ്റർ എഴുതുന്നത്. അതുപോലെ ദേമാസിൻ്റെ കാര്യം പറയുമ്പോഴും ദേമാസിന് ലെറ്റർ എഴുതി കൊടുത്തെങ്കിലും ദേമാസിനെ കണ്ടെങ്കിലും ദേമാസ് പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് തിരിച്ചുപോയി.
അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇവരെ കണ്ട് സംസാരിച്ചു എങ്കിലും പല സാഹചര്യങ്ങളിലാണ് ഇവരെ അയക്കുന്നത്. അതുപോലെ തന്നെ തീമത്യോസിനെ എഴുതുമ്പോൾ തീമത്യോസ് തന്നോടൊപ്പം ചേർന്ന് നിന്ന് വേല ചെയ്ത ഒരുവനായി തൻ്റെ പ്രതിനിധിയായി അവിടെ തീമത്യോസിനെ കാണിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടിയവരെയും അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സുവിശേഷ വേലയിൽ പങ്കാളികളാക്കി മുന്നോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഓരോ പേരുകൾ നമ്മൾ കാണുന്നത്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യമാണ്. ഓരോ പ്രവശ്യകൾ ഓരോ പ്രദേശങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ മക്കളുമായിട്ടുള്ള ഒരു സഹവർത്തം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ അറിയുക, അവരുമായിട്ടൊരു ഈടാർന്ന ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓരോ വ്യക്തികളും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതി അവരെ അറിയിക്കുന്നു, കത്തുകൾ അങ്ങോട്ട് കൈമാറുന്നു, കത്തുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മൾ ലോകത്തിൽ കാണുന്നതാണ്. പക്ഷേ ഈ കത്തുകൾക്ക് ഉപരിയായി അപ്പോസ്തലനായ പൗലോസ് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. അപ്പോസ്തലൻ്റെ ആ വ്യക്തിബന്ധങ്ങളുടെ ആഴവും അല്ലെങ്കിൽ അതിൻ്റെ ഇംഗിതങ്ങളും എന്തൊക്കെയായിരുന്നു? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ദൂതവാഹകനായിട്ട് ആൾക്കാരെ അയക്കുന്നു, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ ഏറ്റവും വലിയ ഒരു പൗലോസ് അപ്പോസ്തലൻ ഊന്നൽ നൽകുന്നതായിട്ടുള്ളൊരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിനെ എങ്ങനെയും അന്ധകാരത്തിലിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളിലേക്ക് ആ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ ദൂതവാഹകരെ അയക്കുന്നതും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളെ നിലനിർത്തുന്നതും. ഇതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ ശേഖരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിലിരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനങ്ങൾ കൊടുത്തുവിടുന്നവരെയും കൊണ്ടുവരുന്നവരെയും കർത്താവിന് വേണ്ടി നേടുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ ഗുണം സാധിക്കും. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, നാം അപ്പോസ്തലനായ പൗലോസ് എപ്രകാരമാണ് മറ്റുള്ളവരെ ലേഖനങ്ങൾ എഴുതി അറിയിച്ചതെന്നും അതുപോലെ തന്നെ താൻ എപ്രകാരമാണ് മറ്റുള്ളവരുടെ വർത്തമാനം അറിഞ്ഞതെന്നും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ കൊലോസ്യയിലുള്ളതായ അനേക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അപ്പോസ്തലനായ പൗലോസ് ചില ആശംസകൾ അയക്കുന്നുണ്ട്. ഇന്ന ആൾക്ക് വന്ദനം ചൊല്ലുന്നു, ഇന്നയാൾക്ക് നന്ദി പറയുന്നു, ഇന്നയാളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ഈ ആശംസകളിലൂടെ അപ്പോസ്തലനായ പൗലോസ് കൈമാറുന്നതായ സന്ദേശം എന്താണ്? അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ, അതായത് വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഇങ്ങനെ ലെറ്ററുകൾ കൊടുത്തയക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവരെ സ്നേഹത്തോടു കൂടിയാണ് ഇടപെടുന്നത്. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ലെറ്ററിൻ്റെ എല്ലാം ആത്യന്തികമായ കാര്യം, അല്ലെങ്കിൽ വന്ദനങ്ങളുടെ ആത്യന്തികമായ കാര്യം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. ആ ക്രിസ്തുവിൻ്റെ, നിങ്ങൾ ഇനി എത്ര തെറ്റ് ചെയ്തിരുന്നാലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനേ കഴിയത്തുള്ളൂ. ആ സ്നേഹത്തിലാണ് ഞാൻ നിങ്ങളെ ആ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് അപ്പോസ്തലൻ പൗലോസ് അവരെ അറിയിക്കുകയാണ്. കാരണം ഒരിക്കലും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകളായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അപ്പോസ്തലൻ പൗലോസ് സ്നേഹത്തിൻ്റെ പുറത്ത് അതൊക്കെയും ക്ഷമിച്ച് അവരോട് പുറത്ത് അവരോട് ഏറ്റവും ചേർന്നിരിക്കുവാൻ അപ്പോസ്തലൻ പൗലോസ് ആഗ്രഹിച്ചു. നമ്മളൊരു പാഠത്തിൽ പഠിച്ചതുപോലെ ഒരു അങ്ങോട്ട് കൂട്ടിയില്ല കുറച്ചുമില്ല, മിതമായ ഭാഷയിൽ സംസാരിച്ചു കൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് അവരോട് ഇടപെട്ടത്. അപ്പോൾ ഓരോ ലെറ്റർ എഴുതുമ്പോഴും അതിൻ്റെ അവസാനവും അതിൻ്റെ തുടക്കവും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് സ്നേഹത്തിൽ തന്നെയാണ് തുടങ്ങുന്നതും സ്നേഹത്തിൽ തന്നെയാണ് അവസാനിക്കുന്നതും. അത് എത്രയും വലിയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സ്നേഹത്തിൽ തന്നെയാണ് അധിഷ്ഠിതമായി നിൽക്കുന്നത്. പാസ്റ്റർ, ഈ പ്രാദേശിക സഭകളിലുള്ളതായ സംഘർഷങ്ങളെ ലഘൂകരിക്കേണ്ടതായ ആവശ്യം അന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ സഭകളിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാലം മുതലുള്ളതായ സഭകളിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്നും നമ്മുടെ സഭകളിലും മറ്റെല്ലാ സഭകളിലും പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് നാം ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ്റെ 2 ലേഖനങ്ങളെ നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയാണ് എങ്കിൽ, പൗലോസ് അപ്പോസ്തലനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒന്നാണ് പൗലോസ് അപ്പോസ്തലൻ്റെ സഭ എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ്
ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജയിലിലാണ് കിടക്കുന്നത്. ആ സാഹചര്യത്തിലും പൗലോസ് അപ്പോസ്തലൻ്റെ ശിക്ഷാവിധി എന്താണ് എന്ന്, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന് ലഭിക്കാൻ പോകുന്ന വിധി എന്താണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയതായിട്ടുള്ള ദുരാചാരങ്ങളെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്നു. അതുപോലെ അവിടുത്തെ വിശ്വാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആരായുന്ന പൗലോസ് അപ്പോസ്തലൻ അതിന് വേണ്ടുന്നതായിട്ടുള്ള ലേഖനങ്ങളെ എഴുതി നൽകുന്നു. പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ കിടക്കുമ്പോഴും സഭയിലെ കുടുംബാംഗങ്ങളുടെ കുടുംബജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, അവരുടെ മക്കളെ എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ദിനംപ്രതി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് മനോഹരമായിട്ട് ലേഖനങ്ങൾ എഴുതി ക്രിസ്തുവിലൂടെ സഭയെ അറിയിക്കുവാനും സഭയുടേതായിട്ടുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ അന്ത്യനാളുകളിലായിരിക്കുന്ന നമുക്കും കാണുവാൻ സാധിക്കും. പല സാഹചര്യങ്ങളിലും സഭയ്ക്കുള്ളിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോഴും നമ്മൾ പൗലോസ് അപ്പോസ്തലനെ പോലെ ജാഗരൂപരായി ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള ദുരാചാരങ്ങൾ, ഇതുപോലുള്ള വ്യാജ പഠിപ്പിക്കലുകൾ, വഞ്ചനയുടേതായിട്ടുള്ള പഠിപ്പിക്കലുകളൊക്കെയും കടന്നു വരുമ്പോൾ നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പഠിച്ച് അതിനൊക്കെയും ചെറുത്ത് തോൽപ്പിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സഭയ്ക്കുള്ളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സ്നേഹമില്ലായ്മ, അതുപോലെ തന്നെ ഐക്യമില്ലായ്മ, അതുപോലെ കുടുംബജീവിതങ്ങളിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെയും വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇടപെട്ടതുപോലെ നമ്മൾ ക്രിസ്തുവിനെ മുൻനിർത്തി നമ്മളും ഇടപെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പകർന്നു നൽകുന്നത്. പ്രകാരത്തിൽ നമ്മളും ഇതുപോലുള്ള പ്രയാസഘട്ടങ്ങൾ സഭയ്ക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലൻ്റെ അതേ ശക്തിയോടുകൂടെ നമ്മളും ഇടപെടുകയാണ് എങ്കിൽ നമുക്കും രൂക്ഷ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ കാണിച്ചു തരുന്നു. സന്തോഷ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്താണ് ആ നിർദ്ദേശമെന്നും അതിന് എന്താണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രതിവിധി എന്നും നമുക്കൊന്ന് ചിന്തിക്കാം. നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണരായിരിക്കണം. അതുപോലെ ദൈവകാര്യം സംബന്ധിച്ച് നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കുന്ന വ്യക്തി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഇവിടെ അയക്കപ്പെട്ട ആൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും എന്നും കൂടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അതായത് തളർന്നു പോകുന്നവരെ ധൈര്യപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ പ്രശ്നത്തിലായിരുന്നവർക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നതിനും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ അവർക്ക് പരിഹാരം പ്രാർത്ഥനയുടെ ലഭിക്കുമെന്നും അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറഞ്ഞു തരികയാണ്. നമുക്ക് ഈ ഒരു വാക്യങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. പാസ്റ്റർ മഹേഷ്, അപ്പോസ്തലനായ പൗലോസ് മറ്റു പല ആൾക്കാരെയും കാണുകയും കേൾക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-15 തീമോത്തിയോസ് 4:10-11 ലൂക്കോസിനെ ദേമസിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാക്കുന്നു എന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ളതായ വ്യത്യാസം ഈ വേദഭാഗങ്ങളിൽ എങ്ങനെയാണ് നാം കാണുന്നത്? ഇവിടെ നോക്കുമ്പോൾ ലൂക്കോസ് അപ്പോസ്തലൻ, അല്ലെങ്കിൽ ലൂക്കോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സുവിശേഷ വേലയ്ക്ക് ഏറ്റവും തീഷ്ണതയുള്ളതായിട്ടുള്ള ഒരു വ്യക്തി എന്നാണ്. പൗലോസ് അപ്പോസ്തലനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ലൂക്കോസ് അപ്പോസ്തലൻ എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ ദേമോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവർ ഇടയ്ക്ക് ഇട്ടിട്ട് പോയതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാതി വഴിക്ക് സുവിശേഷം നിർത്തിപ്പോയതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദേമോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം, ഒരാൾ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലനോട് കൂടെ നിന്നു. മറ്റൊരു വ്യക്തി കലപ്പയ്ക്ക് കൈവച്ചിട്ട് വിട്ടിട്ട് പോയതായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസിന് തൻ്റെ ഇടപെടലുകളിൽ ചിലരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ചിലരെ അവർ എപ്രകാരമുള്ള സ്വഭാവമുള്ളവരെന്ന് അപ്പോസ്തലനായ പൗലോസിന് അറിയാമായിരുന്നു. ചിലർ ദൈവവേലയ്ക്ക് കൊള്ളാകുന്നവരാണ് എന്ന് അവരുടെ ആദ്യത്തെ ഇടപെടലിലൂടെ തന്നെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. മറ്റു ചിലരെ ചില നേരങ്ങളിൽ അവരെ വീക്ഷിച്ചതിന് ശേഷം അപ്പോസ്തലനായ പൗലോസിന് പറ്റിയതായ തെറ്റ് തിരുത്തി ദൈവവേലയ്ക്ക് കൊള്ളാകുന്നവരായി എന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കുന്നതായിട്ടും കാണുവാൻ തക്കവണ്ണം സാധിക്കും.
നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഇതുപോലെ അനേക വ്യക്തികളെ നാം കാണുന്നു. നാം മുൻവിധിയോടെ ആൾക്കാരെ കാണാതെ അവരെ സസൂക്ഷ്മം വീക്ഷിച്ച് പഠിച്ച് അവരോട് സ്നേഹത്തോട് ഇടപെട്ട് അവരുടെ തെറ്റുകളെ തിരുത്തി പോകുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് നമ്മയും ഈ പഠനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ സന്തോഷ്, നാം അപ്പോസ്തലനായ പൗലൂസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും എപ്രകാരമാണ് മനുഷ്യ ജീവിതങ്ങളെ അപ്പോസ്തലനായ പൗലൂസ് സ്വാധീനിച്ചതെന്നും താൻ എപ്രകാരമാണ് മറ്റുള്ളവരെ മനസ്സിലാക്കിയതെന്നൊക്കെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എന്താണ് പറയുന്നത്? നാം അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 17 മുതൽ 21 ഭാഗങ്ങളിലാണ് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അവിടെ നീ ധനവാനായിരിക്കും, പക്ഷേ നീ എന്താണ്? നീ നഗ്നനാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിലും അവൻ ആത്മീയതയിൽ എന്താണ് എന്ന കാര്യം അവിടെ പൂർണ്ണമായും വരച്ച് കാണിച്ചു തരികയാണ്. നീ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നീ സമ്പന്നനായിരിക്കും, പക്ഷേ നീ ആത്മാവിൽ ദരിദ്രനായിരിക്കുമെന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നും അവിടെ പറയുന്നു. ഇനി കർത്താവ് വരുന്ന നാളിൽ നമ്മൾ എങ്ങനെയായിരിക്കും? അതായത് ഇന്നത്തെ ലോകത്തെ അത് പൂർണ്ണമായും വിളിച്ച് അല്ലെങ്കിൽ വരച്ച് കാണിച്ചു തരികയാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് വേദപുസ്തകം പറയുന്നത്. അതായത് ആദിമസഭയ്ക്ക് ദൂതൻ എഴുതുമ്പോൾ 7 പൊൻനിലവിളക്കിൻ്റെ നടുവിൽ നിന്ന് അരുളി ചെയ്ത കർത്താവ് അവസാന സഭയ്ക്കുള്ള ദൂത് എഴുതുമ്പോൾ നിൽക്കുന്നത് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ, അതായത് ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് തമ്പുരാൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, തമ്പുരാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഇപ്പോൾ വാതിൽക്കൽ നിൽക്കുകയാണ്. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറക്കണം. ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ഈ ഫിലിപ്പിയർക്ക് ലേഖനവും അതുപോലെ തന്നെ കൊലോസ്യർ ലേഖനവും പഠിക്കുമ്പോഴും ഒരു ആത്മീയതയുടെ കുറവിലേക്ക് അവർ വരുമ്പോൾ സ്നേഹത്തോടെ തലോടുവാൻ അപ്പോസ്തലനായ പൗലോസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് ഉണ്ടായിരുന്നു. ഇന്ന് നാം ആകുന്ന ഓരോരുത്തർക്കും ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പോസ്തലനായ പൗലോസിനെ പോലെ ക്ഷമയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ ചെയ്താൽ നമുക്ക് ഈ ഒരു വാക്യത്തിനനുസരിച്ച് അവരെ കർത്താവിനോടുകൂടെ ആ ഒരു ഭോജനത്തിൽ പങ്കെടുപ്പിക്കുവാൻ സാധിക്കും. പാസ്റ്റർ മഹേഷ്, കർത്താവ് യേശു ക്രിസ്തു വരുന്ന സമയമാകുമ്പോൾ സഭയ്ക്ക് ഉണ്ടാകുന്നതായ മാറ്റത്തെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17 മുതൽ ഉള്ളതായ താഴെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. സമാനമായി കൊലോസ്യ സഭയിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അപ്പോസ്തലനായ പൗലൂസ് ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഉള്ളതായ ലവോദിക്ക സഭയുടെ പ്രശ്നങ്ങളുമായി അത് തുലനം ചെയ്യുമായിരുന്നു. എന്താണ് ഈ ലവോദിക്ക സഭയിലും ഈ ഇന്ന് കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്നതും ഇന്ന് നാം കാണുന്ന ലവോദിക്ക സഭയിൽ ഉണ്ടായിരിക്കുന്നതുമായ ഒരു പ്രശ്നം? അതിന് നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കും? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ ലവോദിക്ക സഭയെ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2 ഭാഗങ്ങൾ എടുത്ത് പറയുന്നു. 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും. അത് ഭൗതിക അർത്ഥത്തിലാണ് കാണിക്കുന്നത്. എന്നാൽ ആത്മീക അർത്ഥത്തിൽ വെളിപ്പാടുകാരനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്നത് 1-ാമത്തെ കാര്യം, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങറ്റത്തുമല്ല ഇങ്ങറ്റത്തുമല്ല, ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ദൈവം അവർക്ക് നൽകുന്ന വാണിംഗ് അതാണ്. ഒന്നുകിൽ നീ ശീതവാനായിരിക്കുക അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക, ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് സഭയുടേതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോഴും നമുക്കും കാണുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് തീഷ്ണതയില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ, തണുത്തുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ സഭയുടെ അവസ്ഥ മാറുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ലേഖനം എഴുതുക മാത്രമല്ല, സഭയ്ക്കുള്ളിൽ പ്രവർത്തിച്ച് അതിന് ഒരു മാറ്റമുണ്ടാകുന്നതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ശക്തമായിട്ടും പ്രവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലനെ പ്രദാനം ചെയ്യുന്ന നമ്മ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള വലിയ ഒരു ദൗത്യം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സഭയുടേതായിട്ടുള്ള അവസ്ഥകളെ മാറ്റുന്നതിന് വേണ്ടി നമ്മളും പൗലോസ് അപ്പോസ്തലനെ പോലെ പ്രവർത്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട്
പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ ദൗത്യം അല്ലെങ്കിൽ ക്രിസ്തു നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്ത് ചെയ്തതുപോലെ നമ്മളും പൗലോസ് അപ്പോസ്തലന്മാരായി മാറിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിച്ചമായി നൽകിക്കൊണ്ട് നമ്മളും ലവോദിക്ക സഭയുടേതായിട്ടുള്ള ഈ അവസ്ഥാവിശേഷങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. സന്തോഷ്, നാം ഈ ക്വാർട്ടർ മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗവും ഭൂമിയും തമ്മിൽ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് ആ ഏകോപിപ്പിക്കൽ ശുശ്രൂഷ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവവുമായി നമ്മെ നിരപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തുവിന് സാധിച്ചു. അത് അക്ഷരാർത്ഥത്തിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. പക്ഷേ ഇനി ഒരു വലിയ സംഗമത്തിൻ്റെ ആവശ്യമുണ്ട്. സ്വർഗം ഭൂമിയിൽ വരികയും സ്വർഗീയ പിതാവ് നമ്മോടൊപ്പം വസിക്കുന്നതുമായ ഒരവസ്ഥയുണ്ട്. അപ്പോഴാണ് ഇത് രണ്ടും ഒന്നായി തീരുന്നത്. ഇത് എപ്പോൾ സംഭവിക്കും എന്നാണ് വേദോസ്തവം പറയുന്നത്. ഈ അപ്പോസ്തലനായ പൗലോസും അതുപോലെ തന്നെ പൂർവികന്മാരും കാത്തിരുന്ന വലിയൊരു നിമിഷം, അത് അപ്പോസ്തലനായ പൗലോസ് തന്നെ വളരെ വ്യക്തമായിട്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും കർത്താവിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ആ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ ഈ ആകാശവും സ്വർഗവും ഭൂമിയും എല്ലാം ഒന്നാകുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിലേക്ക് നമ്മൾ ഒരുങ്ങാനെന്നാണ് അപ്പോസ്തലനായ പൗലോസും നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം ഇതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ പാഠം പഠിക്കുന്നതും, ഇതിനു വേണ്ടിയാണ് വേദപുസ്തകം പഠിക്കുന്നതും. കാരണം വളരെ പ്രത്യാശയാർന്ന ഒരു നിമിഷം. തീർച്ചയായും ഈ ഒരു നല്ല സുദിനത്തിനു വേണ്ടി നാം കാത്തിരിക്കുന്നു. അത് എത്രയും വേഗത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സന്തോഷ് പ്രാർത്ഥിക്കും. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കുമാറാകണം. ഈ പാഠത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ദൈവസാന്നിധ്യം ഇരുന്നത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. സകലതും യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേൾക്കണം അടിയങ്ങളെ പരമപിതാവേ. ഈ പാഠം ചർച്ച ചെയ്യുവാൻ കടന്നു വന്ന നിങ്ങളെ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരുന്നതായ സമയം വിദൂരമല്ല എന്ന കാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതായ വിശുദ്ധന്മാർ കാഹള ശബ്ദം കേൾക്കുകയും കർത്താവിനോട് ചേരുകയും ചെയ്യും. അപ്പോൾ നാം ഒരുമിച്ച് കർത്താവിനോട് എതിരേൽപ്പാൻ നാം ഒരുങ്ങിക്കൊള്ളുക. ദൈവം അതിനായി നമ്മെ ഒരുക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.